തൊഴിൽ മേഖലകൾ സൗഹൃദപരമാക്കുന്നതിനും സുരക്ഷിതമാക്കുന്നതിന്റെയും ഭാഗമായി നിയമപരിശീലനം സംഘടിപ്പിച്ചു. സിനിമാ മേഖലയിലെ സ്ത്രീ ചൂഷണത്തെ മുൻനിർത്തി സ്ത്രീകൾക്ക് സ്വകാര്യ മേഖലയിൽ പ്രാതിനിധ്യം കുറയുന്നതായി മന്ത്രി വീണ ജോർജ് പറഞ്ഞു. നിർത്തിയിടത്തു നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. ബഹുമാനിയായ ചീഫ് സെക്രട്ടറി പറഞ്ഞത് ചലച്ചിത്ര മേഖലയിലെ സിനിമാ മേഖലയിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വളരെ നിർണായകമായിട്ടുള്ള ഒരു ഇടപെടലിൻ്റെ തുടക്കമാണ് ഇത് എന്നുള്ളതാണ് പറഞ്ഞത്. തൊഴിലിടങ്ങൾ സ്ത്രീ സൗഹൃദവും സ്ത്രീ സുരക്ഷിതവും ആക്കുന്നതിൻ്റെ ഭാഗമായി ചലച്ചിത്ര മേഖലയിൽ സംഘടിപ്പിക്കുന്ന ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാനായിട്ട് എത്തിയ നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയും സംസ്ഥാന സർക്കാരിനു വേണ്ടി നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ്. 2013 പോഷ് ആക്ട് നിലവിൽ വന്നത്. സെക്ഷൽ ഹറാസ്മെൻറ്റ് അഗൻസ്റ്റ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ ആൻഡ് റിട്രസൽ ആക്ട്. തൊഴിലിടങ്ങൾ സ്ത്രീ സൗഹൃദമാകുക എന്നുള്ള, സ്ത്രീ സുരക്ഷിതമാകുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടെയാണ് ഈ ആക്ട് രാജ്യത്ത് നിലവിൽ വന്നത്. നമുക്ക് കേരള സംസ്ഥാനത്തിൻ്റെ പൊതുസ്ഥിതി പരിശോധിക്കുമ്പോൾ ഇവിടെ ചീഫ് സെക്രട്ടറി പറഞ്ഞു, കണക്കുകൾ അല്ല, യഥാർത്ഥത്തിൽ അതിനപ്പുറത്തുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കണക്കുകൾ പരിശോധിച്ചാലും ഇപ്പോൾ സംഘടിത മേഖലയിൽ, പ്രത്യേകിച്ച് സർക്കാർ മേഖലയിൽ ഏറ്റവും അധികം തൊഴിലെടുക്കുന്നത് സ്ത്രീകളാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിൽ സെക്രട്ടേറിയറ്റിൽ 65-70% സ്ത്രീ ജീവനക്കാരാണുള്ളത്. ആരോഗ്യ മേഖലയിൽ ഏറ്റവും അധികം ജോലി ചെയ്യുന്നത് ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ പാരാമെഡിക്കൽ സ്റ്റാഫും നഴ്സസും എല്ലാം നോക്കിയാൽ ഏറ്റവും അധികമുള്ളത് സ്ത്രീകളാണ്. പക്ഷെ അസംഘടിത മേഖലയിലേക്കും സ്വകാര്യ മേഖലയിലേക്കും നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഈ പ്രാതിനിധ്യം സ്ത്രീകൾക്ക് ആ മേഖലയിലില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ എടുത്തു നോക്കിയാൽ, ആർട്സ് ആൻഡ് സയൻസ് കോളേജും പ്രൊഫഷണൽ കോളേജുകളും എടുത്തു നോക്കിയാൽ 60%-70% പെൺകുട്ടികളാണ് പഠിക്കുന്നത്. പക്ഷെ തൊഴിൽ മേഖലയിലേക്ക് വരുമ്പോൾ ഇത് അതേ നിലയിൽ പരിവർത്തനപ്പെടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. ഈ യാഥാർത്ഥ്യത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ, വാസ്തവത്തിൽ വനിതാ ശിശു വികസന വകുപ്പാണ് നമ്മൾ ഈ ആക്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നോഡൽ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒട്ടേറെ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. അപ്പോൾ 2023 നമ്മളൊരു കണക്കെടുത്ത് 2023 നമ്മളൊരു പോർട്ടൽ രൂപീകരിച്ചത്. കാരണം ഈ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു പോർട്ടൽ രൂപീകരിച്ചുകൊണ്ട് പോഷ് ആക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്ഥാപനങ്ങളിലുള്ള നിലവിലെ സ്ഥിതി എന്താണ് എന്നുള്ളത് പരിശോധിച്ചത്. അന്ന് ഏതാണ്ട് 1000 സ്ഥാപനങ്ങൾ മാത്രമാണ് പോഷ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഐസികൾ രൂപീകരിച്ചതായിട്ട് നമുക്ക് അന്ന് ബോധ്യപ്പെട്ടത്. തൊഴിലിടം സുരക്ഷിതമാകുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരനും പ്രതികരിച്ചു. നമ്മൾ ഇന്നത്തെ ഈ പരിശീലന പരിപാടി ഒരു പ്രധാനപ്പെട്ട കാൽവയ്പ്പാണ്. എന്തുകൊണ്ടാണത് പ്രധാനപ്പെട്ട കാൽവയ്പ്പ് എന്നുള്ളത് നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളും ആശയവിനിമയവും ഒക്കെ ധാരാളം നടക്കുമ്പോഴും ഞങ്ങൾ ഈ ബാക്ക് റൂമിൽ നിന്നുകൊണ്ട് ഇതെങ്ങനെയാണ്, ഏതൊക്കെ തരത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളും സാധ്യതകളും വിവിധ വകുപ്പുകളും ചലച്ചിത്ര അക്കാദമി ആൻഡ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട്. സോ ആദ്യത്തേത് ഈ തൊഴിലിടം സുരക്ഷിതമാക്കുക. ആൻഡ് തൊഴിലിടം സുരക്ഷിതമാകുന്നതിൻ്റെ പല തലങ്ങളുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തലം ഒരു സെക്ഷൽ ഹാരസ്മെൻറ്റിൽ നിന്ന് സേഫ് ആവുക എന്നുള്ളത്. ഏതൊരു തൊഴിലിടത്തും, അതായത് വിതൗട്ട് എക്സെപ്ഷൻ, there is no workspace that can be said to be completely safe for women, for people who may be subject to sexual harassment. Also,
it can also be said that there is no workspace that can actually be absolutely safe from crime. What we do is try to limit the scope and possibility of crime. അപ്പം സേഫ്റ്റി കൊണ്ടുവരുന്നതിൻ്റെ ഇപ്പം വൺ ഇമ്പോർട്ടൻറ്റ് തിങ് ഞങ്ങൾ തദ്ദേശഭരണ വകുപ്പിലിരുന്ന് when we were discussing, we have discussed actually safety of women in workplaces. And it was interesting to see informal sector നമ്മൾ we actually came across literature that told us that the largest number of rapes were happening to women who were working when they went out to relieve themselves. ടോയ്ലറ്റ് ഇല്ല, പക്ക ടോയ്ലറ്റ് ഇല്ല, അല്ലെങ്കിൽ ഉള്ള ടോയ്ലറ്റ് വളരെ ദൂരെയാണ്. അപ്പോൾ അതിൻ്റെ ആ പോക്കിൻ്റെ ഇടയിലാണ് പലപ്പോഴും അവർ ഒറ്റയ്ക്കാണല്ലോ പോവുക. ആൻഡ് ഈ ടോയ്ലറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് എന്തോ ഒരു നാണക്കേടാണ്. അതുകൊണ്ട് ഒളിപ്പിച്ച് വെക്കുള്ളൂ, വളരെ ദൂരത്തെ വെക്കുള്ളൂ, ആരും കാണാത്ത സ്ഥലത്ത് കൊണ്ട് വെക്കും ടോയ്ലറ്റ്. ആൻഡ് it is documented that the maximum number of rapes that happen to women in the informal sector is at this point of time.